എനിക്ക് കസ്റ്റമർ എടുത്തുന്നുണ്ടായിട്ടുള്ള ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ കഴിഞ്ഞ് പോയ 10-ാം തീയതി എന്നെ വിളിച്ചിട്ട് ഒരു കസ്റ്റമർ പറഞ്ഞു ഇതുപോലെ ഒരു ഷോർട്ട് കുർത്തി വേണം. അതിൻ്റെ മോഡൽ അവരെനിക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരികയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അവർ പറഞ്ഞു 10-ാം തീയതിയാണ് അവരെന്നെ വിളിച്ചിട്ട് കാര്യം പറയുന്നത്. 14-ാം തീയതി അവർക്കൊരു എവിടെയോ പോകാനാണ്, അപ്പോൾ അന്ന് ഇടാനായിട്ടാണ്, അർജൻറ്റാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഓക്കെ, ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു എനിക്ക് വേറെ കുറച്ച് വർക്ക് അർജൻറ്റായിട്ട് ചെയ്ത് തീർക്കാനുള്ളതുണ്ട്, അതുകൊണ്ട് തീരെ വിലയായിരിക്കും എന്നുള്ള കാര്യം ഞാൻ അവരുടെ അടുത്ത് ഓപ്പണായിട്ട് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു അയ്യോ എങ്ങനെയെങ്കിലും ചെയ്തു തരണം പ്ലീസ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ഏറ്റെടുക്കുകയും ചെയ്തു. കാരണം നമ്മൾ കസ്റ്റമറിനെ വെറുപ്പിക്കാൻ പാടില്ലല്ലോ, അങ്ങനത്തെ ഒരു മൈൻഡ് വെച്ചിട്ട് ഞാനത് ഏറ്റെടുത്തിട്ട് എൻ്റെ കയ്യിലിരുന്ന മെറ്റീരിയൽസിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അവർ അതിൽ നിന്നൊന്ന് സെലക്ട് ചെയ്തിട്ട് പറഞ്ഞു ഈ മെറ്റീരിയൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മുടെ അടുത്ത് ആദ്യമായിട്ടല്ല അവർ തയ്ക്കാനായിട്ട് തരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതുകൊണ്ട് ഞാൻ അന്ന് രാത്രി തന്നെ ഇവർ മെഷർമെൻറ്റും അപ്പം തന്നെ അയച്ചായിരുന്നു. ഞാൻ രാത്രി തന്നെ ബാക്കിയുള്ള വർക്കെല്ലാം അവിടെ വെച്ചിട്ട് ഇവർക്കാണല്ലോ അത്യാവശ്യം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് ചെയ്തു കേട്ടോ. ഞാൻ ആ രാത്രി തന്നെ അത് കട്ട് ചെയ്ത് വെച്ചു. പിറ്റേ ദിവസം ഇരുന്നിട്ട് ഫുള്ളായിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുകയും ചെയ്തു. അങ്ങനെ ഞാൻ 11-ാം തീയതി ഫുള്ളായിട്ട് അതിൻ്റെ പരിപാടി രാത്രി കൊണ്ട് തീർന്നു. ആ വർക്ക് ഫുൾ ഫിനിഷ് ചെയ്തിട്ട് 12-ാം തീയതി രാവിലെ തന്നെ പോസ്റ്റ് ഓഫീസിൽ കൊറിയർ അയക്കാനായിട്ട് പോയി. കൊറിയർ അയക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇന്ന് അയക്കുവാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചവർക്ക്. അപ്പോൾ അതുവരെ അവർ ഞാനുമായിട്ട് കോൺടാക്ട് ഉണ്ട്, എനിക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു. അപ്പം ഞാനിപ്പോൾ ഇട്ടേക്കാവേ, എനിക്ക് നെറ്റ് സ്ലോ ആണെന്ന് തോന്നുന്നു, ഞാൻ അയച്ചിട്ട് അങ്ങോട്ട് റെഡി ആവുന്നില്ല എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അപ്പം ഞാനത് വിശ്വസിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, എനിക്ക് അയച്ചു തന്നാൽ മതി, ഏതായാലും ഇവർക്ക് 14-ാം തീയതി ഇടാനുള്ളതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് അയച്ചു കൊടുക്കുകയും ചെയ്തു. അയച്ചു കൊടുത്ത് അത് അവരുടെ അടുത്ത് കയ്യിൽ കിട്ടുകയും ചെയ്തു. നമുക്കിവിടെ മെസ്സേജ് വരുമല്ലോ, അവരുടെ കയ്യിൽ ഇത് കിട്ടുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഇവർ ഒരു കോണ്ടാക്റ്റും ഇല്ല. ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എടുക്കുകയില്ല, വാട്സപ്പിൽ എന്നെ ബ്ലോക്ക് ചെയ്തു. ഭയങ്കര വിഷമം തോന്നി, കാരണം നമ്മൾ അത്ര അർജൻറ്റായിട്ട് ചെയ്തു കൊടുത്താണേ. ബാക്കിയുള്ള വർക്കും കാര്യങ്ങളെല്ലാം പെൻഡിങ്ങിൽ വെച്ചിട്ടാണ് ഇവരുടേത് ചെയ്തത്. പക്ഷേ ഇവർ നമ്മളോട് കാണിച്ചത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അയച്ചു കൊടുത്തിട്ട് ഏകദേശം ഒരു 9 ദിവസമെങ്കിലും ആയി, ഇതുവരെ അവരുടെ ഒരു വിവരവും ഇല്ല.